ആ പോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി. അത് ഞാൻ CPM-കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണത്. അത് ഇപ്പം നേരെ തിരിച്ചായി ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ? ഞങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടതൊക്കെ അത് ഡിലേറ്റും ചെയ്തു പോയി. അത് ആ ഇടയ്ക്ക് ഇപ്പോഴല്ല, അത് ഒരു മാസമായി. അതൊരു മാസത്തിന് മുമ്പിട്ടാണ്. ആ ഡിലേറ്റും ചെയ്തു പോയതാണ്. അത് ഇല്ലെന്ന് പറയുന്നില്ല. അതിൽ ഈ ടീച്ചറെ പേര് ആര് പറഞ്ഞ എറണാകുളം ജില്ലയിൽ ഒരു MLA-യും ഒരു ടീച്ചറും തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നൊരു ഇത് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ട്, CPM അവിഹിത മുന്നണി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. അതിന് ഇവർ ടീച്ചർ അങ്ങനെ പറയുന്നതിൻ്റെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ടീച്ചറെ ആക്ഷേപിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ ഷാജഹാൻ ഇട്ടേക്കണ അത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അല്ല ടീച്ചറെയോ ഉണ്ണികൃഷ്ണനെയോ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറിയാണ്. ഞാൻ MLA ആയിട്ട് കൂടുതൽ അടുപ്പുള്ളതാണ്. ഞാൻ MLA-യുടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇടുന്ന ആളാണ്. പറവൂർ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്ന ഞാനാണ്. സൈബർ ഏറ്റവും കൂടുതൽ CPM-നെ ആക്രമിക്കുന്ന ഞാനാണ്. എന്നെ ഇവർ കുറേ നാളായി ഇങ്ങനെ എന്നെ തല്ലുമെന്നൊക്കെ പറഞ്ഞ് വീഴ്ച എന്നെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടത് ഇപ്പോൾ ഇത് ഈ ഒരു ചാൻസ് അവർ കിട്ടിയേക്കാണ് എന്നെ കൂട്ടാൻ. കോൺഗ്രസ് ആണ് ഇത് ആദ്യം ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. CPM-കാരാണ് ഗൂഢാലോചന. വൈപ്പങ്കരത്തെ CPM-ന്റെ ഗൂഢാലോചന ഇങ്ങനെ ഇത് പുറത്തു വന്നതെന്ന് ഇപ്പോഴും ഞാൻ അറിയണം. ഇപ്പോൾ ഈ ഷാജഹാൻ പറയുമ്പോൾ ഞാൻ അറിയണം കൂടുതലും. വൈപ്പിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവരും പറഞ്ഞ് ഇത് ഇവിടെ നേരത്തെ ഈ കാര്യമൊക്കെ ഇവിടെ നേരത്തെ അറിയാം, നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അറിയ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇന്നലെ ഷാജഹാൻ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടില്ല, അതൊന്നും ശ്രദ്ധിച്ചില്ലേ? അതിൽ മുഴുവനും ഇവരെ പറ്റി കുറ്റങ്ങൾ പറയണം. ഞാൻ അപ്പോഴും ഇവരുടെ വ്യക്തിപരമായി ആക്ഷേപിക്കണം എനിക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ടീച്ചർ ഞാൻ അറിയണതാണ്. പറവൂർക്കാരിയുടെ എൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ ഞാൻ ഒരു യൂട്യൂബിലെ ഒരു ഇത് ഇട്ടിട്ടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്നെ കുറ്റം പറയണം. ഞാനാണ് പറവൂർ ആദ്യം ഇട്ടത്. അത് ശരിയാണ്. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പറവൂർക്കാരെ അറിഞ്ഞില്ലേ. ഇത് ആദ്യം ഞാനാണ് ഇട്ടത്. യൂട്യൂബ് ആദ്യം ഈ പറവൂർ ഏരിയയിൽ ഞാനാണ് ഇട്ടത്. CPM ഗ്രൂപ്പുകളിലാണ് ഇത് വന്നതെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അതെ, എനിക്ക് ആദ്യമേ ഈ CPM-നെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഈ ഒരു അവൻ പേര് പറയണില്ല. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും, പേര് പറയാതല്ലേ. അല്ല അത് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ആരറിയില്ല. അപ്പം എൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ട് വൈപ്പിലെ MLA ഒന്നുമല്ല, എറണാകുളം ജില്ലയിലെ ഒരു MLA ആണ്. അത് എറണാകുളം ജില്ലയിലെ MLA ആണ്. അപ്പോൾ അപ്പോഴും പറയണില്ല ഒരു ടീച്ചറുമായിട്ട് അഭിഹിതം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിച്ച്. അതൊക്കെ ശരിയാണ്. അല്ല, ഞാൻ ഇവരെ പറ്റി ഈ ടീച്ചറെ പറ്റിയോ ഉണ്ണികൃഷ്ണനെ പറ്റിയോ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിനെ കാണിക്കുക, അവരെ പേരെഴുതിയ അവരെ ഫോട്ടോ ഇട്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണിക്കുക. KJ ഷാൻ പറയുന്നത് ഈ വിഷയം ആദ്യമായി ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണന്റെ അക്കൗണ്ടിലാണെന്നാണ്. അതെ, അത് ശരിയാണ്. ആദ്യം ഞാൻ വന്നത് ഇവിടുന്ന് വന്നത് പറവൂരിൽ. പോസ്റ്റ് എന്തായിരുന്നു? ആ പോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളം ജില്ലയിലെ ഒരു MLA-യും ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി. അത് ഞാൻ CPM-കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണത്. അത് ഇപ്പം നേരെ തിരിച്ചായി ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ? ഞങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടതൊക്കെ അത് ഡിലേറ്റും ചെയ്തു പോയി. അത് ആ ഇടയ്ക്ക് ഇപ്പോഴല്ല, അത് ഒരു മാസമായി. അതൊരു മാസത്തിന് മുമ്പിട്ടാണ്. ആ ഡിലേറ്റും ചെയ്തു പോയതാണ്. അത് ഇല്ലെന്ന് പറയുന്നില്ല. അതിൽ ഈ ടീച്ചറെ പേര് ആര് പറഞ്ഞ എറണാകുളം ജില്ലയിൽ ഒരു MLA-യും ഒരു ടീച്ചറും തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നൊരു ഇത് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ട്, CPM അവിഹിത മുന്നണി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. അതിന് ഇവർ എന്നെ തകർക്കാൻ വേണ്ടി കുറേ നാളായി. ഇവർക്ക് MLA-നെ ടാർഗറ്റ് ചെയ്യണം. MLA ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണെന്ന് കരുതണം. അപ്പോൾ ഇപ്പോൾ എന്നെ കൂട്ടി പറഞ്ഞ് ഞാൻ MLA ഓഫീസിലെ ആളാണെന്ന്. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ 48 കൊല്ലമായിട്ട് കോൺഗ്രസ്സിലിരിക്കുന്നത്. എൻ്റെ കുടുംബം ഇതല്ല. എൻ്റെ ഞങ്ങൾ 10-50 കുടുംബമുണ്ട്. എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. എനിക്കിതിലെ ഒരു CPM-മാർ ചെയ്യണേ, അവരെ സൈബർ ചെയ്യണമെന്നറിയാമോ? എൻ്റെ വൈഫ് തിളക്കാൻ പാടില്ലാത്തതാണ്, വികലാംഗയാണ്. അവൾക്ക് ഇപ്പം ഇരിക്കുകയാണ്. ഇപ്പോൾ അവൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അവളെയും കൂട്ടിക്കൊണ്ടും ദൂരവാദം ഒരു ഫോട്ടോ ഇട്ടുണ്ട്. ഞാനിപ്പോൾ അവളെ നിങ്ങളെ കാണിച്ചു തരാം. ഫോട്ടോയിലിട്ട് എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വിഷമമില്ല. ഞാൻ ടീച്ചറുടെ കുടുംബത്തെയോ ഉണ്ണികൃഷ്ണൻ്റെ കുടുംബത്തെയോ ഉണ്ണികൃഷ്ണനെയോ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. എനിക്കൊരു ഇവരെ തമ്മിൽ പോരുകാരൻ എനിക്കൊരു പോസ്റ്റ് കിട്ടി. ആ പോസ്റ്റിന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഇവരാരും പേരുമില്ല. അതിൽ എറണാകുളം ജില്ലയിലൊരു MLA-യും ഇത് ഒരു ടീച്ചറും തമ്മിൽ അഭിഹിതം ചെയ്തിട്ടുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ആ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് കാരണമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ ശ്രദ്ധയിൽ ഇത് എങ്ങനെയാണ് വരുന്നത്? താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണോ അതല്ല പാർട്ടി പ്രവർത്തകർ അറിയില്ല? എനിക്ക് അന്നും മനസ്സിലായില്ല. ഇപ്പം ഇതിപ്പോൾ ഞാനത് കട്ട് ചെയ്താൽ ഇത് നടക്കാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇത് ഇല്ല, അത് സംഭവിച്ചാണ്. അപ്പോഴാണ് യൂട്യൂബിൻ്റെ ഈ അയച്ചെന്നാവും പറയണേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈ കള്ള പോസ്റ്റ് നമുക്ക് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ യൂട്യൂബിലെ കഴിഞ്ഞപ്പോഴാണ് ഇത് സത്യം. അല്ല, യൂട്യൂബിൽ എനിക്ക് സത്യം എന്ന് പറയാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല ഒന്നും. ഷാജഹാന്റെ പോസ്റ്റ് അല്ലേ ഞാൻ ചോദിക്കുന്നത്? അതല്ല, താങ്കൾ അതിന് മുമ്പ് ഒരു മാസം മുമ്പ് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു. അത് CPM-മാർ നൽകിയ വിവരമാണ്. അതെ, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തോന്നുന്നു. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അതിലുള്ള പ്രവർത്തനം എനിക്ക് അയച്ചെന്നാണ്. പുതിയൊരു പോസ്റ്ററാണത്. അതിലധികം വാക്കില്ല. എറണാകുളം ജില്ലയിലെ
ഒരു MLA യും CPM MLA അതുണ്ട് എഴുതിയിട്ടുണ്ട് CPM MLA യും ഒരു ടീച്ചറും തമ്മിൽ അവിഹിതം നടന്നു പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇത് പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് വന്നതാണോ താങ്കൾ പറയുന്നത്? ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലിട്ടാണ് ഗ്രൂപ്പുകാർ ആ പാർട്ടി ഗ്രൂപ്പിലുള്ള അയച്ചെന്നാണ്. അവരുടെ പേര് ഞാൻ പറയില്ല ഒരിക്കലും. അതാണ് അവന് ബിസിനസ് ആയിട്ടൊക്കെയാണ് അവനെ ഇവരെ ആക്രമിക്കും. ദിവ്യ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ് ഇട്ടിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് താനായി പറഞ്ഞ കാര്യം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വരികയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഷാജഹാൻ്റെ വീഡിയോ ഉൾപ്പെടെ വരുന്നത്. അതും താൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടത്ര വിവരങ്ങൾ നൽകിയത് പാർട്ടി ഗ്രൂപ്പുകളിൽ സജീവമായ ഒരു പ്രവർത്തകനാണ് എന്നൊരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറല്ല. കാര്യം പാർട്ടി ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി സ്വകാര്യമായി തന്നെ കിടക്കട്ടെ എന്നതുൾപ്പെടെയുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, തനിക്കെതിരെയും സമാനമായ രൂപത്തിൽ കഴിഞ്ഞ് കുറേ കാലമായി ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ സൈബർ കോൺഗ്രസിൻ്റെ കൂടി ഒരു പ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം രാഷ്ട്രീയപരമായ പോസ്റ്റുകൾ ഇടാറുണ്ട്. ഈ വിഷയം വന്നപ്പോഴും പേര് വെളിപ്പെടുത്താതെ കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാതെ എറണാകുളം ജില്ലയിലെ ഒരു MLA ഒപ്പം തന്നെ ടീച്ചർ ഈ 2 വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് കൃത്യമായി ബോധ്യമില്ലാത്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു എന്ന കാര്യം കൂടി നമ്മോട് പങ്കുവെക്കുന്നുണ്ട്.